നമസ്കാരം. എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ഞരമ്പുകളുടെ ആരോഗ്യത്തെ എത്രത്തോളം സ്വാധീനിക്കുമെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പ്രത്യേകിച്ച് വെരിക്കോസ് വെയിൻ പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ളവർക്ക് ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ ഡോക്ടർ അഖിലിന്റെ നിർദ്ദേശങ്ങൾ വെച്ച് നമ്മുടെ ഭക്ഷണരീതിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയാൽ ഞരമ്പുകളെ ബലപ്പെടുത്താമെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? ഈയൊരു വിശകലനത്തിൽ നമ്മൾ 5 പ്രധാനപ്പെട്ട കാര്യങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. ഭക്ഷണവും ഞരമ്പുകളും തമ്മിലുള്ള ബന്ധം, ഏതൊക്കെ പോഷകങ്ങളാണ് ഏറ്റവും പ്രധാനം, എന്തൊക്കെയാണ് ഒഴിവാക്കേണ്ടത്, ഒരു ദിവസം എങ്ങനെ ആരോഗ്യകരമായി ഭക്ഷണം ക്രമീകരിക്കാം, പിന്നെ ഭക്ഷണത്തിനപ്പുറം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. നമുക്ക് തുടങ്ങാം. ശരി, അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എങ്ങനെയാണ് നമ്മുടെ ഞരമ്പുകളെ സഹായിക്കുന്നത്? അതിന് പിന്നിലെ ആ ഒരു എന്തുകൊണ്ട് എന്നത് നമുക്ക് ആദ്യം തന്നെ മനസ്സിലാക്കാം. അപ്പോ ഇതാണ് നമ്മുടെ പ്രധാന ചോദ്യം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് നമ്മുടെ രക്തയോട്ടം കൂട്ടാനും ഈ ഞരമ്പുകളെ ശക്തിപ്പെടുത്താനും ശരിക്കും സാധിക്കുമോ? ഡോക്ടർ അഖിലിന്റെ അഭിപ്രായത്തിൽ ഉത്തരം തീർച്ചയായും സാധിക്കും എന്നാണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് വഴിയേ കാണാം. നോക്കൂ, ഇതൊരു വെറും ഡയറ്റ് പ്ലാൻ അല്ല. ഇതിനു പിന്നിൽ വളരെ വ്യക്തമായ 5 ലക്ഷ്യങ്ങളുണ്ട്. ശരീരത്തിലെ നീർക്കെട്ട് കുറയ്ക്കുക, രക്തയോട്ടം കൂട്ടുക, ശരീരഭാരം നിയന്ത്രിക്കുക, മലബന്ധം ഒഴിവാക്കുക, മുറിവുകൾ വേഗത്തിൽ ഉണങ്ങാൻ സഹായിക്കുക. ഈ 5 കാര്യങ്ങളും ചേരുമ്പോഴാണ് ഞരമ്പുകൾക്ക് ശരിയായ സംരക്ഷണം കിട്ടുന്നത്. ശരി, അപ്പൊ തിയറിയൊക്കെ മതി. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഞരമ്പുകളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ നമ്മൾ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ പോഷകങ്ങളുടെ രാജാക്കന്മാർ ആരൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ ലിസ്റ്റിലെ ആദ്യത്തെ സൂപ്പർസ്റ്റാറാണ് ബയോഫ്ലേവനോയിഡുകൾ, പ്രത്യേകിച്ച് റൂട്ടീൻ, ഹെസ്പെരിഡിൻ പോലുള്ളവ. ഇതിന് നമ്മുടെ രക്തക്കുഴലുകളുടെ ഒരു ബോഡിഗാർഡ് എന്ന് വേണമെങ്കിൽ പറയാം. അവ ഞരമ്പുകളുടെ ഭിത്തികളെ ബലപ്പെടുത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നു. ഇതൊക്കെ എവിടെ കിട്ടുന്നല്ലേ? ഭാഗ്യവശാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ കിട്ടുന്ന സാധനങ്ങളാണിതെല്ലാം. ഓറഞ്ച്, നാരങ്ങ, ഉള്ളി, വെളുത്തുള്ളി, പലതരം ബെറികൾ. ഇവിടെ ഡോക്ടർ പറയുന്ന ഒരു രസകരമായ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, ഓറഞ്ചൊക്കെ കഴിക്കുമ്പോൾ അതിലെ ആ വെളുത്ത പാട കളയരുത്. അവിടെയാണ് ഈ പോഷകങ്ങൾ ധാരാളമുള്ളത്. അടുത്തതായി വിറ്റാമിൻ സി. ഇത് പ്രതിരോധശേഷിക്ക് മാത്രമല്ല കേട്ടോ. നമ്മുടെ ഞരമ്പുകൾക്ക് ബലവും വഴക്കവും നൽകുന്ന കൊലാജൻ, എലാസ്റ്റിൻ തുടങ്ങിയ പ്രോട്ടീനുകൾ ഉണ്ടാക്കാൻ വിറ്റാമിൻ സി അത്യാവശ്യമാണ്. ഞരമ്പുകൾ ഒരു ബിൽഡിംഗ് ആണെങ്കിൽ വിറ്റാമിൻ സി അതിലെ സിമന്റ് പോലെയാണെന്ന് പറയാം. വിറ്റാമിൻ സി എന്ന് കേൾക്കുമ്പോൾ തന്നെ ഓർമ്മ വരുന്നത് ഓറഞ്ചാണല്ലേ? എന്നാൽ നോക്കൂ, പേരയ്ക്ക, കിവി, പല നിറത്തിലുള്ള ബെൽ പെപ്പറുകൾ, ബ്രൊക്കോളി എന്നിവയിലെല്ലാം ധാരാളം വിറ്റാമിൻ സി ഉണ്ട്. ഇനി നമുക്ക് ഒരു സപ്പോർട്ടിംഗ് ടീമിനെ പരിചയപ്പെടാം. സിങ്ക്, വിറ്റാമിൻ ഇ, പിന്നെ ബ്രോമലൈൻ. മുറിവുകൾ ഉണങ്ങാൻ സിങ്ക് സഹായിക്കും. രക്തയോട്ടം മെച്ചപ്പെടുത്താൻ വിറ്റാമിൻ ഇ നല്ലതാണ്. നീർക്കെട്ട് കുറയ്ക്കാൻ ബ്രോമലൈനും. ഈ മൂവർ സംഘം ഞരമ്പുകളുടെ ആരോഗ്യത്തിന് വലിയൊരു മുതൽക്കൂട്ട് തന്നെയാണ്. മത്തൻ കുരു, ബദാം, അവക്കാഡോ ഇതൊക്കെ നമുക്ക് സ്നാക്സായിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്നവയാണ്. പിന്നെ പൈനാപ്പിൾ, അതിന്റെ നടുവിലെ കട്ടിയുള്ള ഭാഗം നമ്മൾ സാധാരണ കളയാറാണ് പതിവ്, അല്ലേ? എന്നാൽ ഇനി അത് ചെയ്യരുത്, കാരണം അവിടെയാണ് ബ്രോമലൈൻ ഏറ്റവും കൂടുതലുള്ളത്. ഇനി വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ, നാരുകളും വെള്ളവും. എന്തിനാണ് ഇത്ര പ്രാധാന്യം എന്നല്ലേ? മലബന്ധം. അത് നമ്മുടെ ഞരമ്പുകളിൽ, പ്രത്യേകിച്ച് കാലുകളിലെ ഞരമ്പുകളിൽ വലിയ പ്രഷറുണ്ടാക്കും. ഇത് വെരിക്കോസ് വെയിൻ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കും. അപ്പോ ധാരാളം നാരുകളുള്ള ഭക്ഷണവും ആവശ്യത്തിന് വെള്ളവും കുടിച്ച് മലബന്ധം ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾ എന്ത് കഴിക്കണം എന്ന് പഠിച്ചപോലെ തന്നെ പ്രധാനമാണ് എന്തൊഴിവാക്കണമെന്നറിയുന്നതും. നമ്മുടെ ഞരമ്പുകളുടെ ആരോഗ്യത്തിന് വില്ലനാകുന്ന ചില ഭക്ഷണങ്ങളുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ ഒരു താരതമ്യം നോക്കൂ, കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. മൈദ കൊണ്ടുള്ള ഭക്ഷണങ്ങൾക്ക് പകരം ഓട്സ്, ക്വിനോവ പോലുള്ള മുഴുധാന്യങ്ങൾ തിരഞ്ഞെടുക്കുക. ഉപ്പ് കൂടിയ പാക്കറ്റിൽ വരുന്ന ഭക്ഷണങ്ങൾ ശരീരത്തിൽ വെള്ളം കെട്ടിനിർത്തും. അത് ഞരമ്പുകളിലെ സമ്മർദ്ദം കൂട്ടും. അതുപോലെ മധുരപാനീയങ്ങളും വറുത്ത ഭക്ഷണങ്ങളും ശരീരത്തിൽ നീർക്കെട്ടുണ്ടാക്കും. അതുകൊണ്ട് പ്രകൃതിദത്തമായ ഭക്ഷണങ്ങളിലേക്ക് മാറുന്നതാണ് ഏറ്റവും നല്ലത്. ഇത്രയും കേട്ടപ്പോൾ ഇതെങ്ങനെ ജീവിതത്തെ കൊണ്ടുവരും എന്നൊരു സംശയം തോന്നാം, അല്ലേ? പേടിക്കണ്ട, ഡോക്ടർ അഖിൽ നിർദ്ദേശിക്കുന്ന ഒരു ദിവസത്തെ ഭക്ഷണക്രമം എങ്ങനെയിരിക്കുമെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതൊരു മാതൃക മാത്രമാണ് കേട്ടോ. കണ്ടില്ലേ, ഇത് വളരെ ലളിതവും രുചികരവും പ്രായോഗികവുമാണ്. രാവിലെ എഴുന്നേറ്റുടൻ ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളത്തിൽ തുടങ്ങി പോഷകങ്ങൾ നിറഞ്ഞ പ്രഭാതഭക്ഷണം, സാലഡ്, സ്നാക്ക്, പിന്നെ വളരെ ലഘുവായ അത്താഴം. നിങ്ങൾക്കിഷ്ടമുള്ള പച്ചക്കറികളും പഴങ്ങളും വെച്ച് ഇതിൽ മാറ്റങ്ങൾ വരുത്താവുന്നതേയുള്ളൂ. ഡയറ്റ് മാത്രം മതിയോ? പോരാ.
ഈ ഭക്ഷണക്രമത്തിന്റെ കൂടെ ചില ജീവിതശൈലികൾ കൂടി ചേർത്താൽ ഫലം ഇരട്ടിയാകും. അപ്പോൾ ഭക്ഷണത്തിനപ്പുറം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതെ, ഭക്ഷണത്തോടൊപ്പം ഈ കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചാൽ അതൊരു സമ്പൂർണ്ണ സമീപനമായി. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കംപ്രഷൻ സോക്സ് ഉപയോഗിക്കുന്നത്, ദിവസവും അല്പം നടക്കുന്നത്, ഇടയ്ക്കിടെ കാലുകൾ ഉയർത്തിവെക്കുന്നത്, ഇതെല്ലാം രക്തയോട്ടം മെച്ചപ്പെടുത്താനും വേദന കുറയ്ക്കാനും ഒരുപാട് സഹായിക്കും. അപ്പോ ചുരുക്കിപ്പറഞ്ഞാൽ ഇതാണ് സംഗതി. നമ്മൾ കഴിക്കുന്ന നല്ല ഭക്ഷണവും ഒപ്പം ചിട്ടയായ ജീവിതശൈലിയും ചേരുമ്പോൾ നമ്മുടെ ശരീരത്തിന് സ്വയം സുഖപ്പെടുത്താനുള്ള ഏറ്റവും മികച്ച അവസരമാണ് നമ്മൾ നൽകുന്നത്. ഇതൊരു ഹോളിസ്റ്റിക് അപ്രോച്ചാണ്. അപ്പോ എല്ലാം കേട്ടുകഴിഞ്ഞില്ലേ? ഇനി നിങ്ങളുടെ ഊഴമാണ്. എല്ലാം കൂടി ഒന്നിച്ചു മാറ്റാൻ ശ്രമിക്കേണ്ട. ഈ ആഴ്ച തന്നെ തുടങ്ങാൻ പറ്റിയ എന്ത് ചെറിയൊരു മാറ്റമാണ് നിങ്ങൾ ഭക്ഷണത്തിൽ വരുത്താൻ പോകുന്നത്? ഒരു പക്ഷേ ഒരു ആപ്പിൾ തൊലിയോടെ കഴിക്കുന്നതാവാം, അല്ലെങ്കിൽ രാവിലെ ഓട്സിൽ കുറച്ച് ബെറികൾ ചേർക്കുന്നതാവാം. ഓർക്കുക, ചെറിയ മാറ്റങ്ങളാണ് വലിയ ഫലങ്ങളിലേക്ക് നയിക്കുന്നത്.